ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 102. സഹസ്രാർച്ചി സപ്തജിഹ്വ സപ്തൈധാ സപ്തവാഹന അമൂർത്തിരനഘോ അചിന്യോ ഭയഗൃദ്ഭയനാശന. ഹരി ഓം. ഹരി ഓം. 826 നാമം സഹസ്രാർച്ചി. അർച്ചിസ് എന്നാൽ തേജസ്സുകൾ. അനേകം തേജസ്സുകളുള്ളവൻ. ആകാശത്തിൽ 1000 സൂര്യന്മാർ ഒരേ സമയത്ത് ഉദിച്ച് ഒന്നായി അവരുടെ തേജസ് ഏകമായിട്ടുണ്ടായി എങ്കിൽ നമുക്ക് ഏകദേശം ആ പരമാത്മാവിൻ്റെ തേജസ് തുല്യമാണെന്ന് പറയാം. അങ്ങനെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ അനേകം അർച്ചിസ്സുകൾ എന്നാലും ഒരു സംഖ്യ പറയാൻ വേണ്ടി വരുള്ളൂ. 1000 എന്ന് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. 1000. അങ്ങനെ സഹസ്ര അർച്ചിസ്സുകൾ, തേജസ്സുകൾ ഉള്ളവൻ എന്ന നാമം. 827 നാമം സപ്തജിഹ്വ. സപ്തം എന്നാൽ 7. 7 ജിഹ്വ, നാവുള്ളവൻ. ഇവിടെ അഗ്നിയെയാണ് ഉദ്ദേശിക്കുന്നത്. അഗ്നിക്ക് 7 നാവുകളാണ്, 7 ജ്വാലകളാണ് ഉള്ളത്. അങ്ങനെ പറയുകയാണ്. അങ്ങനെ 7 ജ്വാലകളോട് കൂടിയ അഗ്നിസ്വരൂപൻ എന്നർത്ഥം. അതാണ് സപ്തജിഹ്വ. 828 നാമം സപ്തൈധ. ഏധസ്സുകൾ 7 വിധത്തിലുള്ള ഏധസ്സുകളുണ്ട്. ഏധസ്സുകൾ എന്നാൽ ദീപ്തികളാണ്, പ്രകാശങ്ങളാണ്. അങ്ങനെ ഈ പ്രകാശങ്ങൾ ഇവ ഉള്ളവൻ അഗ്നിസ്വരൂപൻ എന്നർത്ഥത്തിലാണ് സപ്തൈധാഹ. 829 നാമം സപ്തവാഹന. 7 വാഹനങ്ങൾ, 7 കുതിരകളുള്ളവൻ. ഇവിടെ സൂര്യനെയാണ് ഉദ്ദേശിക്കുന്നത്. ആദിത്യ സ്വരൂപനായ ഭഗവാൻ 7 കുതിരകളെ പൂട്ടിയ ആ ഭഗവാൻ ഇങ്ങനെ ലോകം ചുറ്റുന്നു, സൂര്യനാരായണൻ എന്നാണ് സങ്കല്പം. അങ്ങനെ ആദിത്യരൂപി എന്ന അർത്ഥത്തിലാണ് സപ്തവാഹന. 830 നാമം അമൂർത്തിഹി. കൈകാലുകൾ, ഇങ്ങനെയുള്ള അവയവങ്ങളൊന്നുമില്ലാത്ത പൂർണ്ണ ചൈതന്യ സ്വരൂപം, അതാണ് ഭഗവാൻ. അല്ലെങ്കിൽ ആ പരമാത്മ ചൈതന്യം എന്നതിനാൽ ഒരു മൂർത്തിയായിട്ട് കാണാൻ സാധിക്കാത്തത് എന്ന അർത്ഥത്തിൽ അമൂർത്തിഹി. 831 നാമം അനഘ. അഘം എന്ന വാക്കിന് ദുഃഖമെന്നും പാപമെന്നും അർത്ഥമുണ്ട്. ഇത് രണ്ടുമില്ലാത്തവൻ അനഘ. അതുകൊണ്ട് തന്നെ ഭഗവാനോട് ചേരാൻ പാപമില്ലാത്തവർക്ക് മാത്രമേ മനസ്സിലെ ആ ഒരു പാപചിന്തകൾ, നമ്മുടെ ആ ഒരു മതമാത്സര്യം, അതായത് കാമം, ക്രോധം, ഇതൊക്കെ തന്നെയാണ് പാപങ്ങളായിട്ട് മാറുന്നത്. ഇത് ഇല്ലാതായി തീർന്നാൽ മാത്രമേ ഭഗവാനെ അടുത്തറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം ഭഗവാൻ അനഘ. 832 നാമം അചിന്യ. നമ്മുടെ യാതൊരു ഇന്ദ്രിയങ്ങളെ കൊണ്ടും നേരിട്ട് അറിയാൻ സാധിക്കാത്ത ചൈതന്യ സ്വരൂപം. ചിന്തിച്ചുകൊണ്ട് ആ ഭഗവാനെ നമുക്ക് മനസ്സിലൊരു ധാരണ വരുത്താൻ സാധ്യമല്ല. അങ്ങനെയുള്ള പരമാത്മസ്വരൂപം എന്ന അർത്ഥത്തിൽ അചിന്യ. 833 നാമം ഭയകൃത്. അധർമ്മികളായിട്ടുള്ള ആളുകൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭയകൃത്. 834 നാമം ഭയനാശന. ഭഗവാൻ തന്നെ സ്ഥാപിച്ച വർണ്ണാശ്രമ വ്യവസ്ഥ, അല്ലെ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ അവരവരുടെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ എല്ലാ ഭയത്തെയും ഇല്ലാതാകുന്നു. അങ്ങനെ ശുദ്ധിയാകുന്നു. ഇങ്ങനെ അവരുടെ ഭയത്തെ നശിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ ഭയനാശന. ഹരി ഓം.